സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ അധ്യാപക നിയമനങ്ങളിൽ മെല്ലെപ്പോക്ക്. അർഹതയും യോഗ്യതയും നേടിയിട്ടും നിരവധി ഉദ്യോഗാർത്ഥികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. സമഗ്ര പോർട്ടൽ വഴി ഭിന്നശേഷി സംവരണ വേക്കൻസികൾ രേഖപ്പെടുത്തുന്നതിൽ കാലതാമസം നേരിടുന്നതായും വ്യാപകമായി പരാതി ഉയർന്നു. സംസ്ഥാനത്തെ ഭിന്നശേഷി സംവരണത്തിലെ അധ്യാപക നിയമനങ്ങളിൽ ഒഴിവുകൾ കൃത്യമായി കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നതിലും സമയബന്ധിതമായ നടപടിയെടുക്കുന്നതിലും ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. സംവരണത്തിന് കീഴിൽ നികത്തേണ്ട നിരവധി അധ്യാപക ഒഴിവുകളുണ്ടെങ്കിലും നിയമന നടപടികളിലാകട്ടെ മെല്ലെപ്പോക്ക് തുടരുകയുമാണ്. പല സ്കൂളുകളിലും സംവരണ ഒഴിവുകൾ സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. റിപ്പോർട്ട് ചെയ്യുന്നവയിൽ പലതും നിയമനം അനിശ്ചിതമായി നീളുകയുമാണ്. എയ്ഡഡ് സ്കൂളുകളിൽ ഓരോ 25 നിയമനങ്ങളിലും ഒരൊഴിവ് ഭിന്നശേഷിക്കായി മാറ്റിവെക്കുകയും വേണം. സ്കൂൾ മാനേജർമാർ ആ ഒഴിവ് സമഗ്ര പോർട്ടൽ വഴി ഭിന്നശേഷി സംവരണവുമായി രേഖപ്പെടുത്തണം. ജില്ലാ വിദ്യാഭ്യാസ അധികൃതർ ഈ വിവരം സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനും കൈമാറുകയും വേണം. എന്നാൽ ഈ സംവിധാനങ്ങളൊന്നും തന്നെ എല്ലാ ജില്ലകളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1995 PWD ആക്ട് പ്രകാരം 3%, 2016 RPWD ആക്ട് പ്രകാരം 4% സംവരണം ഭിന്നശേഷി വിഭാഗക്കാരുടെ അവകാശമാണ്. ഈ തൊഴിൽ സംവരണം എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ച് സർക്കാർ പലപ്പോഴായി ഉത്തരവുകളും സർക്കുലറുകളും നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് പൂർണ്ണമായിട്ടും നടപ്പിലായിട്ടില്ല. റിപ്പോർട്ട് ചെയ്യുന്ന സംവരണ ഒഴിവുകൾ 4 വിഭാഗങ്ങൾക്കിടയിൽ തുല്യമായി വീതിച്ചാണ് നിയമനവും നടത്തേണ്ടത്. പക്ഷേ ചില വിഭാഗങ്ങളിൽ ഉദ്യോഗാർത്ഥികളുടെ കുറവ് കാരണം ഒഴിവുകളൊന്നും തന്നെ നികത്തപ്പെടാറുമില്ല. ജനം, തിരുവനന്തപുരം.